ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 4 ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ദ വർദ്ധനാസ് പറഞ്ഞു, AD 552 647 പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് വരുന്നത് ദ സൗത്തൺ ഡയനസ്റ്റീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ മൈക്ക് ഓഫ് ആയി പോയി, അതുകൊണ്ട് തന്നെ നമുക്കത് എഡിറ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ദ സൗത്തൺ ഡയനാസ്റ്റീസ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കത് എഡിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കും എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യണം. വേറെ കൊണ്ടല്ല, ലാസ്റ്റ് ഭാഗമൊന്നും നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതിനൊരു സോറിയും കൂടി നമ്മൾ പറയാണ്. വീഡിയോസൊക്കെ തുടർച്ച ചെയ്തുകൊണ്ടാണ്, കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിതെല്ലാം പറയുന്നത്. എന്തായാലും ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഭാഗവും ഫസ്റ്റ് ഭാഗമൊക്കെ എന്തായാലും അത്യാവശ്യമാണ്. എന്നാലും ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ വീഡിയോന്. നമ്മുടെ വീഡിയോന് ഡ്രോബാക്സ് ഉണ്ട്, എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ഒരു ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു എൻഡിങ് ആവശ്യമാണ് ഏതൊരു വീഡിയോനും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അതുകൊണ്ടാണ് നമ്മളിതെല്ലാം പ്രാധാന്യം എടുത്ത് പറയുന്നത്. എന്തായാലും സൗത്തൺ ഡയനസ്റ്റീസ് എന്തായാലും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എഡിറ്റ് ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചത്. ഇനി എഡിറ്റ് ചെയ്യില്ല, എന്നാലും ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എഡിറ്റ് ചെയ്യാണ്ട് പറ്റില്ല. കാരണം സൗണ്ട് ഇല്ല, കുറേ ഭാഗത്ത് സൗണ്ട് ഇല്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ പറയാൻ ശ്രമിച്ചു, പക്ഷേ വീഡിയോയിലൊന്നും അത് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതി തന്നെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ദ സൗത്തൺ ഡയനാസ്റ്റീസ് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 187 മുതൽ തന്നെ തുടങ്ങിയാണ്, എന്നാലേ ശരിയാവുള്ളൂ. നമ്മൾ ഏകദേശം ഒരു 188 വരെയൊക്കെ പറഞ്ഞ് എഡിറ്റ് ചെയ്യണ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. ദ സൗത്തൺ ഡയനാസ്റ്റീസ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ ടിക്ക് ചെയ്തേക്കുന്ന ആൻസർ ആയിട്ട് ഞാൻ പറയാൻ മറന്നുപോയതാണ്. ടിക്ക് ചെയ്തേക്കുന്ന ആൻസർ ആയിട്ട് വരുന്നത് ഒരു പക്ഷേ ടിക്ക് ചെയ്തേക്കണതിൽ തെറ്റ് സംഭവിക്കാം. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്തേക്കണതിൽ തെറ്റുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഞാൻ കുറച്ച് ഭാഗങ്ങൾ ക്ലാസ് എടുത്തതിന് ശേഷം കുറച്ചും കൂടി ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറഞ്ഞതിന് ശേഷം നമ്മുടെ ഒറിജിനൽ പ്രിൻറ്റഡ് ആൻസേഴ്സ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. നിങ്ങൾക്കത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ആൻസേഴ്സ് കറക്റ്റായിട്ട് നമ്മൾ ടിക്ക് ചെയ്ത ആൻസറിനേക്കാളും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും അത്. അപ്പോൾ ഞാൻ വെച്ചത് എന്തായാലും കുറച്ചുകൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ ഫസ്റ്റ് തന്നെ പറയാറുണ്ട്. കുറച്ച് ഭാഗം പറഞ്ഞതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നോക്കാം. ദ സൗത്തൺ ഡയനാസ്റ്റീസ്. 187. The Battle of Kopan was fought between A. The Western Chalukyas and the Pallavas. B. The Western Chalukyas and the Cholas. C. The Cholas and the Hoysalas. D. The Pandyas and the rulers of Ceylon. Answer B. The Western Chalukyas and the Cholas. 188. The Chalukya king Kumarabala is said to have instituted a Jaina reformation under the guidance of A. Mallinada, B. Stulabhadra, C. Nayachandra, D. Hemchandra. Answer D. Hemchandra. 189. The fertile agrarian tract in the early Tamil country is denoted by the term A. Palai, B. Marudam, C. Mullai, D. Neidal. Answer B. Marudam. 190.
The first Tamil Sangam is said to have been instituted by A. Thiruvalluvar, B. Parasurama, C. Mamulanar, D. Agastya. Answer D. Agastya. 190. The first Tamil Sangam is said to have been instituted by A. Thiruvalluvar, B. Parasurama, C. Mamulanar, D. Agastya. Answer D. Agastya. 191. The Kalyana Mandapa was a notable feature of temple architecture in the kingdom of A. Pallavas, B. Cholas, C. Kadambas, D. Vijayanagara. Answer B. Cholas. 191. The Kalyana Mandapa was a notable feature of temple architecture in the kingdom of A. Pallavas, B. Cholas, C. Kadambas, D. Vijayanagara. Answer B. Cholas. 192. Which of the following pairs is correctly matched? Dynasty's rulers. A. Chera, Karigala, B. Chola, Simuga, C. Pandya, Nedumcherian, D. Shadavahana, Senguttuvan, D. Shadavana, Senguttuvan. Answer C. Pandya, Nedumcherian. Answer C. Pandya, Nedumcherian. ഇനി നമുക്ക് ഒറിജിനൽ ആൻസർ നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുകയാണ്. ആ സൗത്തേൺ ഡൈനാസ്റ്റിയിലും സൗത്തേൺ ഡൈനാസ്റ്റീസ് മാത്രമല്ല 1 മുതൽ ഉള്ള ആൻസേഴ്സ് ആണ്. നോക്കാം. ഇതാണ് ഒറിജിനൽ ആൻസേഴ്സ്. ഇതിൽ നമ്മൾ 187 ഒക്കെയാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ വീഡിയോ നമുക്ക് ഏത് രീതി വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം. 1 മുതൽ ഉള്ള ആൻസർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഈ രീതിക്ക് അങ്ങ് സെറ്റ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി ഈ ആൻസർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. (193) Which of the following pairs of dynasties and conglomerats used by them are correctly matched? A. Cholas, Rajakesari and Paragesari. A. Cholas, Rajakesari and Paragesari. B. Pandyas, Satyabhakya and Paragesari. B. Pandyas, Satyabhakya and Paragesari. C. Western Gangas, Maravarman and Chedayavarman. Select the answer from the codes given below. A only, B only, C, B and C, D, B and C. Answer C, B and C. Answer C, B and C. B. Pandyas, Satyabhakya and Parageswari. C. Western Gangas, Maravarman and Chedayavarman. 193. Which of the following pairs of dynasties and conglomerats used by them are correctly matched? A. Cholas, Rajakeswari and Parageswari. B. Pandyas, Satyabhakya and Paragesari. C. Western Gangas, Maravarman and Chedayavarman. C. Western Gangas, Maravarman and Chedayavarman. Select the answer from the codes given below. A only, B only, C, B and C, D, B and C. Answer C, B and C. Answer C, B and C. B. Pandyas, Satyabhakya and Parageswari. C. Western Gangas, Maravarman and
Chedayavarman. Answer B. Pandya Satyabakya and Parakeswari. C. Western Gangas Maravarman and Chedayavarman. 194. Which of the following were epics in early Tamil literature? A. Tolkappiyam and Tirukural. B. Ahanaru and Purananuru. B. Ahananuru and Purananuru. C. Padirupattu and Madurai Kanji. D. Silapadigaram and Manimegalai. Answer D. Silapadigaram and Manimegalai. 194. Which of the following were epics in early Tamil literature? A. Tolkappiyam and Tirukural. B. Ahananuru and Purananuru. C. Padirupattu and Madurai Kanji. D. Silapadigaram and Manimegalai. Answer D. Silapadigaram and Manimegalai. 195. Which one of the following pairs of persons and events is currently matched? A. Bukka first, Conquest of Madurai. B. Ramaraya, Battle of Raichur. C. Krishnadeva Raya, Battle of Ragas Tangadi. C. Krishnadeva Raya, Battle of Ragas Tangadi. D. Tirumala Rai, transfer of capital to Vellore. D. Tirumala Raya, transfer of capital to Vellore. Answer A. Bukka first, Conquest of Madurai. 195. Which one of the following pairs of persons and events is correctly matched? A. Bukka first, Conquest of Madurai. B. Ramaraya, Battle of Raichur. C. Krishnadeva Raya, Battle of Ragas Tengadi. D. Tirumala Raya, transfer of capital to Vellore. Answer A. Bukka first, Conquest of Madurai. Answer A. Bukka first, Conquest of Madurai. 196. Which one of the following was an important report in the Kakatiya kingdom? A. Dharanigeta. B. Motupalli. C. Mekilipatna. D. Nellore. Answer D. Nellore. 196. Which one of the following? Sorry. റൂമിൽ ഫാൻ ഇട്ടേക്കണ കാരണം കൊണ്ട് പേജ് പറക്കണ്, ദയവേത് ക്ഷമിക്കുക. 196. Which one of the following was an important report in the Kakatiya kingdom? A. Dharaniketa. B. Motupalli. B. Motupalli. C. Mekilipatna. D. Nellore. Answer D. Nellore. 196. Which one of the following was an important report in the Kakatiya kingdom? A. Dharaniketa. B. Motupalli. C. Mekilipatna. D. Nellore. Answer D. Nellore. 197. Which one of the following was not a port during the Sangam age? A. Arigamedu. B. Urayur. C. Korkai. D. Alangulam. Answer D. Alangulam. 197. Which one of the following was not a port during the Sangam age? A. Arigamedu. B. Urayur. C.
Corkai D. Alangulam. Answer D. Alangulam. 198. Which emperor conquered and annexed the northern part of Sri Lanka and named it Mamadi Cholamandalam. Mamadi Cholamandalam. A. Rajaraja first. B. Parantaka first. C. Rajendra first. D. Rajendra first. Sorry. D. Rajadiraja first. Answer A. Rajaraja first. 198. Which emperor conquered and annexed the northern part of Sri Lanka and named it Mumadi Cholamandalam? A. Rajaraja first. B. Parantaka first. C. Rajendra first. D. Rajadiraja first. Answer A. Rajaraja first. In 199, Sangam literature is A. Classical Sanskrit literature patronized by the Guptas. B. Pali literatures dealing with the history of the Buddhist Samgyas. C. Early Tamil literature attributed to the first 3 centuries of the Christian era. D. Sanskrit works of Puranic nature dealing with the sanctity of the place where there is a confluence of rivers in Prayaga. Answer C. Early Tamil literature attributed to the first 3 centuries of the Christian era. (200) Which of the following Tamil works highlights the 200. Which of the following Tamil works highlight the importance of Jaina philosophy? A. Tirukural. B. Silapadigaram. 200. Which of the following Tamil works highlight the importance of Jaina philosophy? A. Tirukural. B. Silapadigaram. Shivanga Sindhamani. D. Mani Megalai. Answer A. Tirukural. Answer A. Tirukural. 201. At which one of the following places were the 3 Sangam literary assemblies held? A. Tanjavur. B. Kanchiburu. C. Madurai. D. Vanji. Answer C. Madurai. Answer C. Madurai. 202. Which of the following statements regarding the Nadubandi movement is are correct? 202. Which of the following statements regarding the Nandupadi movement is are correct? A. It was essentially confined to Western India. B. It challenged the superiority of the Brahmas. C. It advocated Hindu-Muslim unity. Select the answer from the codes given below. A and B, B and C, C, B and C, D, B only. Answer C, B and C. Answer C, B and C. B, it challenged the superiority of the Brahmas. C, advocated Hindu-Muslim unity. 203. Which of the following statements are associated with the Sangam age in South Indian history? 1. The whole of South India was politically unified. 1. The whole of South India was politically unified.
Two successive assemblies of the Tamil poets were held at Madurai. Three several anthologies of Tamil poems were compiled for Buddhism rose to the position of preeminence in South India. A and B, B, B and C, C, A, C and D, D, A, B, C and D. Answer B, B and C. Answer B, B and C. Successive assemblies of the Tamil poets were held at Madurai. C. Buddhism rose to the position of preeminence in South India. Answer 4. Buddhism are to be position of preeminence in South India. 203. Which of the following statements are associated with the Sangam age in South Indian history? 1. The whole of South India was politically unified. 2. The successive assemblies of the Tamil poets were held at Madurai. 3. Several anthologies of Tamil poems were compiled. 4. Buddhism rose to the position of preeminence in South India. A and B, B, B and C, C, A, C and D, D, A, B, C and D. Answer B, B and C. B. Successive assemblies of the Tamil poets were held at Madurai. C. Buddhism rose to the position of preeminence in South India. 204. Which of the following statements about the Cholas are correct? A. They had a system of local self-government. B. They are followers of Buddha. C. They maintained a strong navy. D. They built great temples. A, B, and C. B, B, C, and D. C, A, B, and D. D, A, C, and D. Answer B, B, C, and D. B. They were followers of Buddha. C. They maintained a strong way. D. They built great temples. 205. In the Sangam age, Deva Vrinda, a term used to describe a group of gods comprised of which of the following gods? A. Murugan, B. Iva, C. Indra, D. Krishna, E. Balaram. Select the answer from the codes given below. A and B, B, C and D, C, B, C and D, D all of them. Answer B, C and D. C. Indra, D. Krishna. Answer C and D. Answer C, Indra, D. Krishna. 205. In the Sangam age, Deva Vrinda. In the Sangam age, Deva Vrinda, a term used to describe a group of gods comprised with the following gods: A. Murugan, B. Iva, C. Indra, D. Krishna, E. Balaram. Select the answer from the codes given below. A and B, B, C and D, E, B, C and D, D all of them. Answer B, C and D. C. Indra, D. Krishna. C. Indra, D. Krishna. 206. Match list 1 with list 2 and select the answer using the codes given below. List 1, list 2. 1. Salayur. A. Cholas. 2. Puhar. B. Cheras. 3. 3. Pandar. C. Pandyas. 206. Match list 1 with list 2
and select the answer using the codes given below. List 1, list 2. Salur, B, A. Cholas, 2. Puhar, B. Cheras, 3. Bandar, C. Pandyas. Codes A1C 2A 3B, B1B 2A 3C, C1B 2C 3A, D1A 2B 3C. Answer D1A 2B 3C. Answer D1A 2B 3C. 1. Salur, A. Cholas, 2. Puhar, B. Cheras. Sorry. 1. Salur, A. Cholas. Answer 1. Salur, A. Cholas, 2. Puhar, B. Cheras, 3. Bandar, C. Pandyas. 207. Consider the following administrative units in Chola Kingdom. 1. Kottayam, 2. Guru, 3. Valanadu. In terms of their size, which is the correct sequence of this in descending order? A 132, B 312, C 213, D 321. Answer B 312. Answer B 312. 3 Valanadu, 1 Cotton, 2 Uru. 208. The fertile agrarian tract in the early Tamil countries denoted by the term A. Palai, B. Marudam, C. Mullai, D. Neidal. Answer B. Marudam. 209. The literature of the Sangam age was written mostly in the form of A. Prose, B. Poetry, C. Drama, D. All of this. Answer C. Drama. 210. According to uh, Ptolemy Anonymous, author of the Peripalus and the Sangam texts, particularly Madurai Kanji, a pearl fishery was located at A. Mercedes, B. Arikamadu, C. Korkai, D. Kaveri Patnam. Answer B. Korakai. Answer B. Korakai. 211. During Satavana period, what did Kuliga Nigams mean? A. Magistrates, B. Guilds, C. District head, D. Head of the village. Answer B. Guilds. Answer B. Guilds. 212. Match the following. List 1, list 2. Dynasty founder. നമുക്കിത് ഒരാഴ്ച പറയാം. 212. Match the following. List 1, dynasty. List 2, founder. A. Pallavas. 1. Dandi Durga, B. Chalukyas, 2. Vishnuvardhana, D. Hoysalas, 4. Pulegesin first. Answer D. Answer D 4321. Answer D 4321. A. Pallavas. A. Pallavas. Pulegesin 1. B. Chalukyas. 3. Simha Vishnu. C. Rashtrakutas. 2. Vishnuvardhana. D. Hoysalas. 1. Dandi Durga. A. Pallavas.
A. Pallavas. 4. Pulakesin 1. B. Chalukyas. 3. Simhavishnu. C. Rashtrakutas. 2. Vishnuvardhana. D. Hoysalas. 1. Dandi Durga. 213. Match the following. 213. Match the following. List 1, list 2. A. Amaravati. 1. Hoysalas. B. Aihole. 2. Cholas. C. Tanja, Tanjavur. 3. Shadavahanas. D. Haley Bid. 4. Chalukyas. 5. Pandyas. Codes A, B, C, D. A. 4, 5, 2, 3. B. 3, 4, 2, 1. C. 3, 1, 4, 2. D. 2, 4, 5, 1. Answer B. 3, 4, 2, 1. A. Amaravati. 3. Shadavahanas. B. Aihole. 4. Chalukyas. 2. C. Tanjavur. 2. Cholas. D. Haley Bid. 1. Hoysalas. 213. Match the following. List 1, list 2. A. Amaravati. 1. Hoysalas. B. Aihole. 2. Cholas. C. Tanjavur. 3. Shadavahanas. D. Haley Bid. 4. Chalukyas. 5. Pandyas. Codes A, B, C, D. A. 4, 5, 2, 3. B. 3, 4, 2, 1. D. 2, 4, 5, 1. Answer B. 3, 4, 2, 1. Answer B. 3, 4, 2, 1. A. Amaravati. 3. Shadavahanas. B. Aihole. 4. Chalukyas. C. Tanjavur. 3. Sorry. C. Tanjavur. 2. Cholas. D. Haley Bid. 1. Hoysalas. Answer B. A. Amaravati. 3. Shadavahanas. A. Amaravati. 3 Shadavanas. B. Aihole. 4 Chalukyas. C. Tanjavur. 2 Cholas. D. Haley Bid. 1 Hoysalas. D. Haley Bid. 1 Hoysalas. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യമായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദയവേത് ക്ഷമിക്കുക. പ്രത്യേകം പറയണം, പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ടാണ് പറയുന്നത്. ഇനി നമുക്ക് 240 നോക്കാം. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയാം. 214 മാച്ച് ദ ഫോളോയിങ്. The coming of Islam. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ക്ലാസ് എടുക്കുന്ന ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലൂടെ തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദയവേത് സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ക്ഷമിക്കണം. നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. ചില വേർഡ്സുകളൊക്കെ കാര്യമായിട്ട് തന്നെ തെറ്റുപറ്റിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ. അപ്പോൾ അതൊരു CSIT എന്നുള്ള രീതിയിൽ
സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാരണം കറക്റ്റായിട്ട് തന്നെ നമ്മൾ ആ വേർഡ്സുകൾ പറഞ്ഞാലേ ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് സ്പെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മളൊരു പ്രാധാന്യം എടുത്ത് പറയുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യില്ല, ഈ രീതി തന്നെ യൂട്യൂബിലേക്ക് നേരിട്ട് അപ്ലോഡ് ചെയ്യാണ്. ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എഡിറ്റ് ചെയ്യുന്നു പറഞ്ഞിരുന്നു, നമ്മൾ ഫസ്റ്റ് തന്നെ വീഡിയോ തുടങ്ങിയ ടൈമിൽ തന്നെ. അതിൻ്റേതായിട്ടുള്ളൊരു കാരണമുള്ളതുകൊണ്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് കാര്യമായിട്ട് തന്നെ ഒഴിവാക്കിയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നമ്മൾ എഡിറ്റ് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ അല്ല, ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ എന്നുള്ള രീതിയിൽ വേറെ രീതിയിലും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോയും എൻ്റർടൈൻമെൻറ്റ് വീഡിയോ നമ്മൾ ടോപ്പിക്സ് ഡിഫറെൻ്റ് ആണ്. ഒന്ന് ക്വസ്റ്റ്യൻ ബാങ്കും പിന്നെ ആസ്പെക്റ്റ് ഓഫ് ധർമ്മയും ഡോക്ട്രിൻസ് ഓഫ് ബുദ്ധിസവും, ഇതാണ് നമ്മൾ ടോപ്പിക്കായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ആസ്പെക്ട്സ് ഓഫ് ധർമ്മയും ഡോക്ട്രിൻസ് ഓഫ് ബുദ്ധിസവും ക്വസ്റ്റ്യൻ ബാങ്കും CSATക്ക് വേണ്ടി നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും തന്നെ പറയാം. അപ്പോൾ വീഡിയോസൊക്കെ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഹെഡ്ഫോൺ വെച്ച് വീഡിയോസ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുക. കാരണം നല്ല സോങ്സാണ് നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത് വീഡിയോസൊക്കെ. ഇതിപ്പോൾ ഓരോ ടോപ്പിക്സ്, ഡിഫറെൻ്റ് എഫക്ട്സ്, ഓരോ സോങ് അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. അത് ടോപ്പിക്സുകൾ വരുമ്പോൾ സോങ് ഡിഫറെൻ്റ് ആണ്. ഓരോ ടോപ്പിക്ക് തന്നെ എടുക്കുമ്പോൾ ഡിഫറെൻ്റ് എഫക്ട്സും ഒരേപോലത്തെ സോങ്ങുമാണ്. അതാണ് പ്രത്യേകത. എന്ന് വെച്ചാൽ 3 ടോപ്പിക്കിലും 3 രീതിയിലുള്ള എന്താ പറയുക സോങ്സാണ് നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത്. അതിൽ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് എനിക്ക് കൂടുതലും നല്ല രീതിയിൽ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം അതിലെ സോങ്സ് നല്ല പ്രത്യേകതയുള്ള നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സോങ്ങാണ്. നിങ്ങളത് വാച്ച് ചെയ്താലേ മനസ്സിലാവുള്ളൂ, അല്ലാതെ ഞാനിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വാച്ച് ചെയ്യും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ എൻഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ എൻഡ് ചെയ്യുന്നില്ല. നമ്മളത് എല്ലാ ദിവസവും ഡിഫറെൻ്റ് ആയ രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യും യൂട്യൂബിൽ. നമ്മൾ ഡിഫറെൻ്റ് എഫക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്നോ, സ്റ്റാർ, ഫെയറി, അതുപോലെ തന്നെ പംകിൻ, കളറ്, അങ്ങനെ ഒരുപാട് ഫയർ വർക്ക്, റിബൺ, അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എഫക്ട്സാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഒക്കെ നല്ല സ്റ്റൈലാണ്, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻ്റ് ആണ്. നമുക്ക് ശരിക്കും നല്ല രീതിയിൽ തന്നെ ആ വീഡിയോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. CSAT എന്നുള്ള രീതിയിൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയ രീതിയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് നമ്മളത്ര പെർഫെക്റ്റ് എന്ന് പറയാനാവില്ല. പക്ഷേ ഈ വീഡിയോസ് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലങ്ങ് സെറ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ദയവായിട്ടുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുത്തേക്കണം എന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ CSATക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നല്ലൊരു CSAT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSAT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.